ഫസ്റ്റ് ദിവസം തിയേറ്ററിൽ ഓടുവാണെങ്കിൽ നമുക്ക് നിൽക്കാം, ഇല്ലേ നമുക്ക് ഓടാം എന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. നമ്മൾ സിനിമ ഇരുത്തിയിട്ട് നിങ്ങൾ സിനിമ ചെയ്തോളൂ എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോൾ കുറച്ച് സിനിമകൾ കൂടി ചെയ്തോളൂ എന്നാണ് സിനിമ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ആദ്യത്തെ സിനിമയാണല്ലോ ഈ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ഒരു മനുഷ്യനും കൂടിയിട്ട് അതിന്റെ തുടർച്ചയുള്ള മനുഷ്യനാ. ഹാപ്പിയാണോ? ഹാപ്പിയാണ് ഞാൻ, പക്ഷെ അങ്ങനെ ഓവർ എക്സൈറ്റഡ് ഒന്നുമല്ല. ഇൻട്രോവേർട്ട് ആയതിന്റെ ഒരു പ്രശ്നം. ഹാപ്പിനെസിന്റെ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും അവർക്ക് ഇതിന്റെ കഥയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അവര് വിചാരിച്ച തിയേറ്ററിൽ ഇന്നലെ രാത്രി ഒരാളെ ഇത് ഇങ്ങനെ ഒരു പടമായിരിക്കും എന്ന് വിചാരിച്ചില്ല, ഇത്രയും ടെമ്പോ ഉള്ള ഇത്രയും ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. പോസിറ്റീവ് റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടുന്നതൊക്കെ. ജെന്യുവനായിട്ട് നമ്മളോട് പടം കൊള്ളത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, പക്ഷെ അവര് പോലും നല്ലതായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷവും സുഖവും ഉണ്ട്. അല്ല, അതില് നമ്മൾ ഏറ്റവും പ്രീ റിലീസിന്റെ സമയത്ത് ഏറ്റവും കോൺഫിഡൻസ് എന്നാണ് മനീഷയുടെ അത്യാവശ്യം റെഡിയാക്കുള്ള ആളാണല്ലോ. പുള്ളി എന്നോട് പറഞ്ഞു, നീ മറ്റൊന്നും നീ ആലോചിക്കേണ്ട, സിനിമ റീച്ച് ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടും പിന്നെ നമ്മൾ ഇതിനകത്ത് അങ്ങനെ നമ്മളൊന്നും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ ഈ ഒരു കഥയുടെ ഒരു ഫ്ലോയ്ക്കൊപ്പം പോയിട്ടുള്ളൂ. വൻരാജ് ഇപ്പൊ ഡയറക്ടർ എന്നാളെ പറയാം, ഒരു ഫൈറ്റ് വേണം, നായകനല്ലേ എന്നൊക്കെ വേറെ ഒരു ഡയറക്ടർക്ക് പറയാം. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, ടൊവിനോ ഒരു വലിയ സ്റ്റാറാണ്, ARM കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറുടെ ഉള്ള ഒരാളാണ്. പക്ഷെ ഒരിക്കൽ പോലും ഇതിനകത്ത് ഒരു ക്യാരക്ടർ എന്ന നിലയിലോ നടൻ എന്ന നിലയിലോ അദ്ദേഹത്തെ ബൂസ്റ്റ് ചെയ്യണമെന്നോ അല്ലാതെ ഒരു കാര്യം ഓർമ്മയുണ്ട്. നമുക്ക് ഒരു നിർണായക ഘട്ടത്തിൽ അവിടെ ഒരു ചെറിയൊരു സ്ട്രഗിൾ പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ എന്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ. B ഓപ്ഷൻ, A ഓപ്ഷൻ ഉറപ്പാണ്, ഫിക്സ് ആണ്. അപ്പൊ 2 ദിവസം A ഓപ്ഷൻ ഷൂട്ട് ചെയ്തു, ഒരു ദിവസം കൂടി ഷൂട്ട് ഡേ ഉണ്ട്. അപ്പം തൊട്ടടുത്ത് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ഫിനിഷ് പ്രഭു എന്നുള്ള ഫൈറ്റ് മാസ്റ്റർ തൊട്ട് തൃശ്ശൂർ തെലുങ്ക് പടത്തിന്റെ ഭാഗമായിട്ട് പുള്ളിയാണ്. അപ്പം രാത്രി ഞാൻ പ്ലാൻ ചെയ്ത് ഫൈറ്റ് മാസ്റ്റേഴ്സിനൊക്കെ വരാൻ പറയാം, ചെറിയൊരു പരിപാടി നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മൾക്കുള്ളിലുള്ള ഒരു ചെറിയ കോൺഫ്ലിക്റ്റാ. നമ്മൾ ചില സ്ഥലത്ത് കൺഫ്യൂസ്ഡ് ആയി. അപ്പം അവര് താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞതിന് ശേഷമാണ് ടോവി ഇതറിയുന്നത്. തല്ലാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെ തല്ലാൻ? ഞാൻ നിന്ന് തരില്ല കേട്ടോ, ആ സ്ഥലത്ത് അങ്ങനെ ഒരു സാധനം വേണ്ട, ഞാൻ അംഗീകരിക്കില്ല എന്ന് മുറിച്ചു പറഞ്ഞു. അങ്ങനെ മുറിച്ച് പറയുന്ന ഒരാൾ, നമ്മൾക്കുള്ളിൽ ഉള്ള കൺഫ്യൂഷനെ മുറിച്ച് പറയുന്ന ആൾ, അവന്റെ ധൈര്യമാണ് അത് നമ്മളത് അംഗീകരിക്കുന്നു. ആ വന്ന വണ്ടി അതേപോലെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അത് ടീം വർക്കിന്റെ ഒരു പവറാണ്. മാത്രമല്ല ആ ഒരു സിനിമയുടെ സ്വഭാവം, ആ ക്യാരക്ടറിന്റെ സ്വഭാവം അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സാധനമാണല്ലോ. നമ്മളിപ്പം സെൽഫ് ഇതിനപ്പുറത്ത് ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാധനം വലിയൊരു ശരിക്കും ഒരു ട്രൂ ആർട്ടിസ്റ്റിന്റെ ഒരു മൈൻഡാണല്ലോ അത്.